സ്ക്രോൾ ചെയ്ത് പോകില്ലെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. 2023 ഞാനാണിത്. ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു രംഗമാട്ടോ ഇത്. ഇനി എൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ നിങ്ങൾക്ക് കണ്ടേ? യെസ്, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മുടിയുടെ അവസ്ഥ. ഒരു ക്യൂരിയോസിറ്റി വന്നില്ലേ എങ്ങനെ ഇത് എത്തിയെന്ന്? അപ്പോൾ നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് നല്ല മുടിയാ, ശ്രദ്ധിക്കാഞ്ഞിട്ടാ ഇങ്ങനെ. ശ്രദ്ധിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മുടി ഇപ്പോഴും ഇതുപോലെ ഇരിക്കുന്നത്. മുടിയുടെ താരം ഒഴിവാക്കിയാൽ തന്നെ നമ്മളൊരു 90% പ്രശ്നങ്ങൾ തീർന്ന് നമ്മുടെ മുടി അടിപൊളിയായിട്ട് വളരും. അതിന് എൻ്റെ അമ്മ പറഞ്ഞതിൽ കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തലേ ദിവസം നമ്മൾ ഉലുവ കുതിർത്ത് വെക്കണം. പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. പിന്നെ എടുക്കേണ്ടത് കുഞ്ഞുള്ളിയാണ്. നമുക്ക് വീട്ടിലെല്ലാം സ്ഥിരമായിട്ടുണ്ടാകുന്ന സാധനം കുഞ്ഞുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഈ 3 സാധനം കൊണ്ട് നമ്മുടെ താരൻ അടിപൊളിയായിട്ട് പോകുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വാ നമുക്കിനി ചെയ്ത് നോക്കിയാലോ. ഇനി ഇത് എൻ്റെ ഒരു സീക്രട്ട് തന്നെ കേട്ടോ. എൻ്റെ മുടി വളരാൻ വേണ്ടിയിട്ട് മെയിൻ കാരണക്കാരനായിട്ടുള്ള എണ്ണ. ഈ എണ്ണയുടെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. കുറേ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് അതിലാട്ടോ. പക്ഷേ അതിൻ്റെ അമ്മയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം പണ്ടത്തെ ആൾക്കാർ പറയില്ലേ നമ്മുടെ തലയിൽ തേക്കുന്നതും തടിക്ക് പിടിക്കേണ്ട കാര്യങ്ങളൊന്നും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. എൻ്റെ അമ്മ കുറച്ച് പഴഞ്ചനായിട്ടുള്ള ആളാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ സീക്രട്ട് പറഞ്ഞു തരാം. നമ്മുടെ തലയിൽ എണ്ണ തേക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാരി എണ്ണ അങ്ങ് ഒഴിക്കുകയല്ല വേണ്ടത്. കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമ്മൾ തലയോട്ടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ തലയോട്ടിൽ നല്ലോണം മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയും നമ്മുടെ ഹെയറിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ സ്ഥിരം കയ്യിൽ കരുതുന്നത് ഇതുപോലെ വിട്ട് പല്ലുകളുള്ള ചീപ്പാട്ടോ. ഇതിന്റെ അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മൾ തലയിൽ എണ്ണ തേച്ചതിന് ശേഷം നല്ല വൃത്തിയിൽ മുടി നല്ലോണം ചെയ്യണം. നല്ല വൃത്തി ചെയ്യുന്ന സമയത്ത് വൃത്തിയെന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ തലയോട്ടിയിൽ ആ ചീപ്പിന്റെ ഭാഗങ്ങൾ കൊണ്ടിട്ട് തന്നെ നന്നായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബ്ലഡ് സർക്കുലേഷൻ നടക്കും. എണ്ണ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുകയും ചെയ്യും. ചിലർക്ക് എണ്ണ ലോങ് തേച്ച് വെച്ച് കഴിഞ്ഞാൽ ജലദോഷം പനിയൊക്കെ വരും. എനിക്കും അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ടൈം വെക്കുന്നില്ല. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എണ്ണ തേച്ചിട്ട് അതിനുശേഷം കുളിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് ഞാൻ തലയോട്ടിയിൽ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് നന്നായിട്ട് തേക്കാട്ടോ. ഉലുവ തേക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും നമ്മൾ തലയോട്ടിയിലേക്കാണ് ശരിക്കും തേച്ച് കൊടുക്കേണ്ടത്. തലയോട്ടി ആ മുടിയുടെ വേരുകൾക്കിടയിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് എനിക്കിവിടെ ബാത്റൂമിൽ ഒരു ചീപ്പ് ഉണ്ട് കേട്ടോ. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ തലയിലൊക്കെ തേക്കുകയാണെങ്കിൽ ഞാൻ ചീപ്പ് കൊണ്ട് നന്നായിട്ട് ചീക്കി കൊടുക്കും. ഓൾറെഡി ചീക്കി അതിന്റെ മുടിയുടെ കെട്ടൊക്കെ വൃത്തിയാക്കി വെച്ചതുകൊണ്ട് തന്നെ ആ മുടിയിൽ കെട്ടൊന്നും വീണ്ടില്ല. അതുകൊണ്ടാണ് തലയിൽ ഇങ്ങനെ ചീപ്പ് വെച്ച് ചീകുമ്പോൾ നമ്മുടെ ആ ഉലുവ മിക്സ് എല്ലാം മുടിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി എനിക്ക് നല്ല ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചീക്കി കൊടുക്കുകയാണെങ്കിൽ മുകളിൽ തേച്ച ഉലുവ താഴെ വരെ എത്തും. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മുടിയിൽ അധികം കെട്ട് വീഴാനും ചാൻസ് ഇല്ല. അങ്ങനെ മുടി അങ്ങ് പൊഴിഞ്ഞു പോകത്തുമില്ല. ഇതൊക്കെ എൻ്റെ കാര്യങ്ങളാട്ടോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് തേച്ച് വിട്ടതിന് ശേഷമാണ് ഞാൻ മുടി ഒന്ന് കഴുകുന്നത്. നന്നായിട്ട് കഴുകണം. കാരണം ഉലുവ ഒന്ന് 15 മിനിറ്റ് വെക്കുന്നതൊക്കെ പറയുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അങ്ങനെ നന്നായി കഴിഞ്ഞാൽ ഒരു 95% നമ്മുടെ ഡാൻഡ്രഫും പോയി. ഇനി വലിയൊരു കാര്യം പറയാം, ഞാൻ തലമുടി നല്ലോണം തോർത്തിട്ട് അടിച്ച് തോർത്താറില്ല. ഞാൻ തലമുടിയിൽ ജസ്റ്റ് കുളിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് നൂത്ത് കളഞ്ഞ് അത് തോർത്ത് വെച്ച് കെട്ടി വെക്കാനാണ് പതിവ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം പുറത്ത് പോയിട്ട് മുടി അയച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് മക്കളെ എൻ്റെ 3 വർഷത്തെ ഹെയർ ജേണി. അങ്ങനെ ഫൈനലി എനിക്കുള്ള മുടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് നടക്കുന്നത്. ഞാൻ പലതവണ എൻ്റെ മുടി വെട്ടിയിട്ടുണ്ടെങ്കിലും ഫൈനലി ഞാൻ എത്തുന്നത് ലോങ് ഹെയറിലാട്ടോ. ലോങ് ഹെയർ എന്ന് പറയുന്നത് എല്ലാവരും പെട്ടെന്നൊന്ന് നോക്കി പോകുന്നതാണ്. അതിനൊക്കെ കാരണം ആ മുടിയുടെ ഭംഗി തന്നെ ആയിരിക്കും. ഇനി ഈ ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ജേണി എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ മുടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ.